അപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡ്സ് വന്നിട്ടുണ്ട് 2023 ഇറങ്ങിയ സിനിമകളുടെ. അതിൻ്റെ ഹൈലൈറ്റ്സിലൂടെ ഒന്ന് പോവുകയാണ്. നമ്മൾ ഒരുപാട് മലയാള സിനിമകൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിലാണ്. അതിൽ അഭിനയിച്ച വിക്രാന്ത് മാസിക്കാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ അവാർഡ്. അടുത്ത ബെസ്റ്റ് ആക്ടർ അവാർഡ് SRKക്കാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെങ്കിലും ഈ സിനിമയ്ക്ക് ജവാനിനൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കുന്ന ഒരു കാലം വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല. പിന്നെ ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജിയാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എന്നാലും ചാറ്റർജി എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൽ വാരിക്കൂട്ടിയ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളൊഴുക്ക് ബെസ്റ്റ് മലയാളം ഫിലിം ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്ത ഉഗ്രം പടമാണ്. അതിലെ അഭിനയത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഉറുഷി ചേച്ചിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പൂക്കാലം അപ്രതീക്ഷിതമായിട്ട് കുറച്ച് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. വിജയരാഘവൻ ചേട്ടൻ, കുട്ടൻ ചേട്ടന് അവാർഡ് ഫോർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. അതുപോലെ എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിനും പൂക്കാലത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈൻ 2018 കിട്ടിയിട്ടുണ്ട്, കിട്ടേണ്ടത് തന്നെയാണ്. അപ്പം ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട അവാർഡ്സ്, നമുക്കറിയാവുന്ന അവാർഡ്സ്. പിന്നെ പാർക്കിംഗ് തമിഴിൽ കുറേ അവാർഡ്സ് വാരിക്കൂട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ്സ്.